വിളംബരമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് സുന്നികളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു വിളംബര ജാഥ എന്നൊരു ആശയം ഞങ്ങളുടെ മനസ്സിലുണ്ട്. തങ്ങളിപ്പോൾ അതിന് ആമീൻ. നമ്മളെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്, അതിന്റെ പ്രവർത്തകരാണ്, ഖാദിമീങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നസീർ സഖാഫ് നമുക്ക് സംയുക്തമായി ഞങ്ങൾ കൂടി ആലോചിച്ച് അതിനൊരു പ്രഖ്യാപിക്കുക എന്നുള്ള നിലക്കാണ് ഒരു പ്രഖ്യാപനം നടത്തുന്നത്. എല്ലാവരും തയ്യാറല്ല അതിന്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലിന് മുന്നോടിയായി നമുക്കൊരു വിളംബര ജാഥ നമ്മുടെ സുന്നികൾ ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളെ താനാളൂർ വട്ടത്താനി വരെയെങ്കിലും ഇൻഷാ അല്ലാഹ് സ്ഥലമൊക്കെ പിന്നെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് സംയുക്ത കമ്മിറ്റി ഉണ്ടല്ലോ, കമ്മിറ്റി അതിന്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലാവുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അറിവിൻ പൊന്നിലാവ് വാർത്തകൾ വായിക്കുന്നത് അബൂഹിബ അഷ്റഫി പയ്യോളി. വടകര മാടാക്കര പള്ളിയിൽ സംഘർഷം, 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി, പോലീസ് ലാത്തിവീശി. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് വഹാബികളാണ്. വഹാബി ലീഗ് എന്നതിന് പകരം മുസ്ലിം ലീഗ് എന്നാക്കിയതൊഴിച്ചാൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയത് വഹാബികൾ തന്നെയാണ്. വഹാബികളെ സംബന്ധിച്ചിടത്തോളം നബിദിനാഘോഷം ഹറാമാണ്, ബിദ്അത്താണ്, ഷിർക്കാണ്. അതേസമയം വഹാബികളിൽ തന്നെ KNM വിഭാഗവും ഇഷ്ടം വിഭാഗവും ഉണ്ണിയേശുവിനെ ആരാധിച്ചുവെന്നും ക്രിസ്മസ് ആഘോഷിച്ചുവെന്നും ഓണം ആഘോഷിച്ചുവെന്നും പരസ്പരം ആരോപിക്കുന്നുണ്ട്. KNM-ന്റെ സംസ്ഥാന നേതാക്കളിൽ മൂന്നാമതായിട്ടുള്ളയാൾ ഉണ്ണിയേശുവിനെ ആരാധിച്ചുവെന്നും ക്രിസ്മസ് ആഘോഷിച്ചുവെന്നുമാണ് വിഷ്ടം വിഭാഗത്തിന്റെ നേതാവായ മുജാഹിദ് ബാലുശ്ശേരി ആരോപിച്ചിട്ടുള്ളത്. മങ്കടയിൽ മുഖാമുഖം നടക്കുമ്പോൾ മങ്കടയിലെ മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും മുജാഹിദുകളാണ്. അവർ ഓണത്തിന് കറുപ്പ് തുണിയുമെടുത്ത് പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട് എന്ന് ഫൈസൽ മൗലവി നടത്തിയ മുഖാമുഖത്തിൽ വെച്ച് ഉന്നയിക്കുകയും അതിനോട് യോജിക്കുന്നതായും ഫൈസൽ മൗലവി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നബിദിനാഘോഷത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്നതിനോടുമുള്ള വെറുപ്പ് മാത്രമാണ് വഹാബികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മൗലിദ് പാരായണവും നബിദിനാഘോഷവും മുടക്കാൻ വഹാബികൾക്ക് അവസരം കിട്ടിയാൽ അവരുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തടയാനുള്ള അവസരം അവർ പാഴാക്കാറില്ല. ഇത് തന്നെയാണ് മാടാക്കര പള്ളിയിലും സംഭവിച്ചിട്ടുള്ളത്. നിലവിലെ ഖത്തീബ് മൗലിദ് പാരായണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വഹാബി ലീഗിന്റെ ചില പ്രവർത്തകർ വന്ന് അത് തടയാൻ ശ്രമിക്കുന്നത് CCTV ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിന് കാരണമായി അവർ ഉന്നയിക്കുന്നത് പള്ളിയിലെ ഖത്തീബിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി നിലനിന്നിരുന്ന തർക്കമാണ് വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങിയതെന്നാണ്. നിലവിൽ അബ്ദുറഹ്മാൻ ഫൈലി പൊന്മളയാണ് പള്ളിയിലെ ഖത്തീബ്. ഇദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം ഒരു വിഭാഗം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. വിഷയത്തിൽ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇടപെടലും നടന്നിരുന്നു. തുടർന്ന് കഴിഞ്ഞ റമദാനിൽ ജുമാ നിസ്കാരത്തിന് മാത്രം നേതൃത്വം നൽകാൻ ഖത്തീബിന് അനുമതി നൽകിക്കൊണ്ട് താൽക്കാലിക ധാരണയിലെത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ നബിദിനത്തോടനുബന്ധിച്ച് പള്ളിയിൽ നടന്ന മൗലിദ് പാരായണത്തിന് നിലവിലെ ഖത്തീബ് നേതൃത്വം നൽകിയതോടെ വീണ്ടും തർക്കം ഉടലെടുക്കുകയായിരുന്നു. ഖത്തീബിന് പരിപാടിക്ക് അനുമതിയില്ലെന്നും അദ്ദേഹത്തെ മാറ്റണമെന്നും ഒരു വിഭാഗം അവകാശപ്പെട്ടു. എന്നാൽ ഖത്തീബ് തന്നെ ചടങ്ങിന് നേതൃത്വം നൽകണമെന്ന നിലപാടായിരുന്നു മഹല്ല് കമ്മിറ്റി അനുകൂലികൾ. ഇതോടെ ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. സംഘർഷം രൂക്ഷമായതോടെ ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി ലാത്തിവീശി ഇരു വിഭാഗങ്ങളെയും പിരിച്ചുവിട്ടു. തുടർ സംഘർഷം ഒഴിവാക്കുന്നതിനായി പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം പള്ളിക്കുള്ളിൽ പോലീസ് പ്രവേശിച്ച് ലാത്തി വീശിയതിനെതിരെ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്.
പള്ളിയുടെ വരുമാനത്തെ ചൊല്ലി ഏകദേശം 2 വർഷമായി ഭിന്നതയുണ്ടെന്നും മുൻ കമ്മിറ്റിയുടെ കാലയളവിൽ പള്ളിയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഏകദേശം 2 കോടി രൂപയുടെ കണക്കുമായി ബന്ധപ്പെട്ടാണ് വിശ്വാസികൾക്കിടയിൽ ഭിന്നത ഉണ്ടായതെന്നുമാണ് റിപ്പോർട്ട്. മുൻ കമ്മിറ്റി വഹാബി ലീഗ് അനുകൂലികളായിരുന്നു എന്നും പറയുന്നു. ലീഗ് നേതൃത്വമാണ് പോലീസിനെ വിളിച്ചു വരുത്തി നടപടിക്ക് നേതൃത്വം നൽകിയതെന്നും പാറക്കൽ അബ്ദുള്ള MLA അറിവോടെയാണെന്നും CPM ആരോപിക്കുന്നു. എന്നാൽ ലീഗ് പോലീസ് നടപടിയെ വിമർശിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ അറിവിൻ പൂനിലാവ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. അറിവിൻ പൂനിലാവ്, സത്യവാർത്തകൾക്കൊപ്പം. അയ്യോ, അത് ഇപ്പൊ കമ്മിറ്റി മാറിയില്ലല്ലോ. കമ്മിറ്റി പഴയ കമ്മിറ്റി പുതിയ കമ്മിറ്റി വന്നിട്ടല്ലോ 1.5 കൊല്ലമായിട്ട്. അപ്പൊ പുതിയ കമ്മിറ്റി വന്നാൽ പഴയ കമ്മിറ്റിക്കാർ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഇതാണ് ഈ കാരണം. ഇതിപ്പോ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഉണ്ടായെന്ന് പറഞ്ഞാല് ഇപ്പം 11 ദിവസമായി. റബീഉൽ അവ്വൽ 12 അല്ലേ? അപ്പൊ 10 ദിവസമായി നമ്മളെ മഹല്ല് കാവി ആർന്ന് മൗലൂദ് ചൊല്ലുന്നു. അപ്പോ ഇവർക്ക് ഈ 10ാം ദിവസം മെഞ്ഞാന്ന്, അതായത് പഴയ കമ്മിറ്റിയുള്ള ആൾക്കാർ, അതായത് ഈ കാദിയാറെ പിന്തുടരാത്ത ടീം ഓലിക്ക് മൗലൂദ് ചൊല്ലണം. അപ്പോ ഓലി എന്നിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതിനും അവിടെ പോലീസ് നമ്മളാളാ. പോലീസ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഓല് മൊയ്ലൂദ് ചൊല്ലിക്കഴിഞ്ഞാൽ വെക്കുന്ന നിങ്ങൾ ചൊല്ലിക്കോ. അന്നേരം ഓല് പറഞ്ഞ് ഇല്ല ഞങ്ങൾക്ക് ഫസ്റ്റ്. അന്നേരം സ്റ്റേഷന് എസ് പറഞ്ഞ് ഇത്ര ആൾ ഓലെന്നല്ലേ ചൊല്ലിയത്, നിങ്ങൾക്ക് ഇപ്പല്ലേ ആ ഓല് ചൊല്ലിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ മതി എന്നുള്ളത്. അന്നേരം പറഞ്ഞ അങ്ങനെ ചൊല്ലുന്ന ഒരാൾ പ്രശ്നം ഉണ്ടാകുന്ന നമുക്ക് അന്നേരം നോക്കാന്ന് ഓല് പറയുകയും ചെയ്തു. എന്നിട്ട് ഈ പഴയ കമ്മിറ്റിക്കാർ തന്നെയാണ് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തത്, പോലീസിനെ വിളിച്ചു വരുത്തിയത്. അപ്പൊ ആടുന്ന് അങ്ങനെ ഉസ്താദ് ഇവരെല്ലാം മൊയ്ലൂദ് ചൊല്ലുന്ന നേരം ഇവരെന്താ ഉസ്താദിന്റെ കൈമന്ന് മയക്ക് പിടിച്ച് വലിച്ചു വാങ്ങി. അപ്പൊ അതിന് ചോദ്യം ചെയ്ത് അങ്ങനെ അടിയായി. അപ്പൊ പോലീസ് കയറി. അതിന് മുന്നേ 2 പോലീസ് മറ്റേ സാധാ ഇതെല്ലാം അതായത് ഷൂ എല്ലാം കഴിച്ച് നല്ല കാലെല്ലാം കഴിയിട്ടാണ് കയറിയത്. ഇതിന്റെ ഉള്ളിൽ അടി തുടങ്ങിയത് പിന്നെ മറ്റൊരു പുറത്തുണ്ടായിരുന്നു, ഓടി വന്നിട്ട് അടിച്ചു. ഇതാണ് സംഭവം. അധികാരം നഷ്ടപ്പെട്ടതിനുണ്ടായിരുന്ന വിഭ്രാന്തികൾ. അങ്ങോട്ടേക്ക് പോവാം.
Deus,